ഓരോ കാലത്തിലും ഓരോ സമയത്തും നമ്മളോട് ദൈവം മനുഷ്യരിലൂടെ സൂചന നൽകുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ഇത് ദൈവഹിതമാണോ എന്ന് പ്രാർത്ഥിച്ചറിയണം. അങ്ങനെ പ്രാർത്ഥിച്ചറിയാനുള്ള വലിയൊരു സമയമാണ് ഉപവാസത്തിന്റെ സമയം. ദൈവഹിതം അറിയാൻ, ഞാനിനി എന്ത് ചെയ്യണം എന്നറിയാൻ ഉള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉപവാസം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇതിനകത്ത് രണ്ടാമത്തെ ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് വായിക്കണം. 18-ാമത്തെ അധ്യായത്തിൽ ഈ കഥ കഴിഞ്ഞാൽ 19ഉം 20ഉം അധ്യായങ്ങളിലൊക്കെ യഹോശാഫാത്ത് അടുത്തൊരു വലിയ പ്രതിസന്ധിയിലോട്ട് കയറുകയാണ്. ഏദോംകാര് യഹോശാഫാത്തിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ആക്രമിച്ച സമയത്ത് യഹോശാഫാത്ത് ചെയ്ത ഇതാണ്, ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. 20ാമത്തെ അധ്യായത്തിന്റെ 3ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ കാണും: അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശത്രുസൈന്യം ആക്രമിക്കാൻ വരുന്ന സമയത്ത് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ഉപവാസം പ്രഖ്യാപിച്ചു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജനം മുഴുവൻ ഒരുമിച്ച് കൂടി. 4ാമത്തെ വാക്യം: കർത്താവിന്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും വന്നു. ദേവാലയത്തിന്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ അവർ സമ്മേളിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരു ജനം മുഴുവനും കൂടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച്. പണ്ട് കാലത്തൊക്കെ അതുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ജനം മുഴുവൻ ദേവാലയത്തിലേക്ക് ഓടി വരുവായിരുന്നു. കാലത്തിന്റെ വിധിയുടെ വിളയാട്ടം. ഇന്നൊരു വലിയ മഹാമാരി വന്നപ്പോ ആദ്യം നമ്മൾ ഇറങ്ങി ഓടിയത് പള്ളിക്കകത്തുനിന്നാണ്. ആണോ? മാസ്ക് ഇട്ടവരെല്ലാം പറ. നമ്മൾ ആദ്യം ഇറങ്ങി ഓടിയത് പള്ളിയിൽ നിന്നാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ, സഭയുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ, പ്രതിസന്ധി വന്നപ്പോ, മഹാമാരി വന്നപ്പോ, പ്രശ്നങ്ങൾ വന്നപ്പോ ജനം ദൈവത്തിങ്കിലേക്ക് ഓടി ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി. നമ്മൾ ഇച്ചിരി വളർന്നുപോയി. ഉപവസിക്കുക, തിരിയുക കർത്താവെങ്കിലേക്ക്. ജനം മുഴുവൻ ഒരുമിച്ച് കൂടി ദേവാലയത്തിന് ചുറ്റും കൂടി അവർ ഉപവസിച്ചു. അന്ന് യഹോശാഫാത്ത് രാജാവ് ഒരു കാര്യം പറഞ്ഞു. 8ാമത്തെ വാക്യം: ഞങ്ങൾ അങ്ങേക്ക് ആലയം പണിതു. യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുമ്പിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. അതവരുടെ ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു. എന്ത് ദുരന്തം വരട്ടെ, എന്ത് പ്രതിസന്ധി വരട്ടെ, ഞങ്ങൾ വിളിച്ചാൽ, ഈ ദേവാലയമുറ്റത്ത് വന്നു ചേർന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്. പള്ളി പോയാലേ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പറയണം, നമുക്കിങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന്. പ്രശ്നം വരുമ്പോ ഓടിപ്പോയി പള്ളി മുട്ടുകുത്തിയ അപ്പനും അമ്മയും നമുക്കുണ്ടെന്ന് പറയാൻ പറ്റണം. പള്ളി പോയാലേ പ്രാർത്ഥന കേൾക്കുകയുള്ളോ, കുർബാനയ്ക്ക് കൂടിയാലേ കർത്താവ് ഇടപെടുകയുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് തന്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ച് പറയാൻ ക്രിസ്ത്യാനി നിനക്ക് പറ്റണം. നമുക്കിങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന്. പ്രശ്നങ്ങൾ വന്നപ്പോ ദൈവത്തെങ്കിലേക്ക് ഓടി വന്ന, പള്ളിയിലോട്ട് ഓടി വന്ന ഒരു ജനതയാണ് നമുക്ക് മുമ്പില്. നമുക്ക് എന്ത് പറ്റിയെന്ന് ആത്മശോധന നടത്തുക. ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവർ ഓടിക്കൂടി. എന്നിട്ട് 12ാമത്തെ വാക്യത്തിൽ അവരുടെ നിസ്സഹായാവസ്ഥ യഹോശാഫാത്ത് പറയുന്നുണ്ട്. എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 12ാമത്തെ വാക്യം: ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? വേണേ കാണാപ്പാടം പഠിച്ചോ, എപ്പോഴെങ്കിലും ആവശ്യം വരും. 12ാമത്തെ വാക്യം: ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. ചൊല്ലി പറ ഹല്ലേലൂയ. മുമ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ്. മുമ്പിൽ ഒന്നിനു പുറകെ നന്നായിട്ട് കുരിശേറിക്കൊണ്ടിരിക്കുകയാണ്. രോഗങ്ങള്, കടബാധ്യതകൾ, മരണങ്ങള്, പ്രതിസന്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ചെയ്യണമെന്ന് കർത്താവ് അറിയത്തില്ല. നെഞ്ചുപൊട്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. യഹോശാഫാത്ത് ഒരു ഉത്തരം തരികയാണ്: ഞങ്ങൾ അശക്തരാണ്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. കർത്താവേ, ഒറ്റ കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സംഭവിച്ചെന്നറിയോ? ആ ഉപവാസം പ്രഖ്യാപിച്ച അന്ന് മണിക്കൂറുകളായിട്ടുണ്ടാവുള്ളൂ. ആ കൂട്ടത്തിൽ കേട്ടോണ്ടിരുന്ന ഒരു ലേവ്യൻ ഉണ്ടായിരുന്നു, യഹെസ്യേൽ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞിട്ട് അവൻ പ്രവചിച്ചു: യുദ്ധത്തിന് നിങ്ങൾ മുമ്പോട്ട് പോവുക, ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. 20ാമത്തെ അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം:
കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. 17-ാമത്തെ വാക്യം, ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം അന്ന് അവിടെ നടന്നു. അവര് പ്രാർത്ഥിച്ചു. അവരായുധങ്ങൾ എടുത്തില്ല, അവര് സമരങ്ങൾ നടത്തിയില്ല, അവർ ആക്രോശിച്ചില്ല, അവര് കുറ്റം വിധിച്ചില്ല, അവരൊരു ബഹളത്തിനും പോയില്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവ് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. അവർ മുമ്പോട്ട് നീങ്ങി. എന്നിട്ട് അവിടെ പോയിട്ട് പടതന്ത്രങ്ങൾ ആലോചിക്കുകയല്ല, വാളെടുത്ത് വീശുകയല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യുകയല്ല ചെയ്തത്. അവരവിടെ ചെയ്തത് എന്താണെന്നറിയോ? വീട്ടിൽ പോയിട്ട് സമയമെടുത്ത് നന്നായിട്ട് വായിക്കണം 18 മുതലുള്ള വാക്യങ്ങൾ. അവർ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു, അവർ ആരാധിച്ചു. യുദ്ധം തുടങ്ങുന്ന ഒരു സമയമായപ്പോ അവരെല്ലാരും കൂടെ ഒച്ചത്തിൽ സ്തുതിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? ഇവരെ ആക്രമിക്കാൻ വന്ന 3 നാട്ടുരാജ്യങ്ങൾ പരസ്പരം തല്ലിച്ചത്ത് അവിടെ ഒടുങ്ങി വീണു. ഒരു വാള് പോലും വീശേണ്ടി വന്നില്ല. ഒരു പടയാളിയുടെ പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല. ഒരു തുണ്ട് ഭൂമി പോലും അവർക്ക് നഷ്ടപ്പെട്ടില്ല. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവരവരുടെ കൺമുമ്പിൽ കണ്ടു. ചൊല്ലി പറ ഹല്ലേലൂയ. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ, 20-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവന്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നിങ്ങൾ ഭക്ഷിക്കുക. വിശിഷ്ട ഭോജ്യമെന്ന് തോന്നിയത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ. ഒരു ബഹളങ്ങളും നമുക്ക് സ്വസ്ഥത തരില്ല. ഒരാക്രോശങ്ങളും നമ്മുടെ വീട്ടിലുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് ഉത്തരം തരാൻ പോകുന്നില്ല. കടബാധ്യതകള്, രോഗങ്ങള്, പീഡകളും, മരണങ്ങള്, നഷ്ടങ്ങള്, കണ്ണുനീരുകളൊക്കെ ഉണ്ടാകും. എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒറ്റ കാര്യം നമുക്കറിയാം, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ഞാൻ ആശ്രയിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. യേശയ്യാ 27 പറയുന്നുണ്ട്, ഞാൻ തന്നെ ഇനി അവരെ നട്ടു വളർത്തും. അവരെ ആരും പിഴുതെറിയാൻ പോകുന്നില്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ പറയും, ദാവീദിന്റെ തകർന്നു കിടക്കുന്ന കൂടാരങ്ങളെ ഞാൻ പുനരുദ്ധരിക്കും. ഞാൻ തന്നെ അവരെ നട്ടു വളർത്തും, ആരും അവരെ പിഴുതെറിയുകയില്ല. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ പേടിക്കേണ്ട, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടേണ്ട. നമ്മുടെ ബലത്തിൽ ആശ്രയിക്കാതെ സർവശക്തന്റെ കൃപയിൽ ആശ്രയിക്കുക. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ, പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ദുരിതങ്ങളിലും സങ്കടങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുക. നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ ഉപവാസ ധ്യാനം, വരുന്ന വലിയ നോമ്പൊക്കെ ഈ ഒരു നിയോഗത്തോടുകൂടി എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. 52 ദിവസം കൊണ്ട് നെഹേമിയയുടെ നേതൃത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാമെങ്കിൽ 3 ദിവസത്തെ നിനവെ ഉപവാസത്തിലൂടെ 40-50 ദിവസം നീക്കുന്ന വലിയ നോമ്പിലൂടെ നിന്റെ വീട്ടിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുക. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേക്കാം. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയെ, കുടുംബങ്ങളെ, കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്ന് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരെയും തമ്പുരാന് കൊടുക്കാം. കർത്താവേ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് പാൻക്രിയാസിൽ ട്യൂബർ ബാധിച്ചിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി, അതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ഈശോ, ബ്ലഡ് ക്യാൻസർ മൂലം സങ്കടത്തിലായിരിക്കുന്ന ശരത്ത് എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. സന്താന സൗഭാഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളില്ലാത്തവര്, ഭവന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവര്, അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തവര്, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവര്, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുട്ടികളെല്ലാവരെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പേരെഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട്, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈശോ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ ശുശ്രൂഷ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങളിലെല്ലാം സമാധാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിലെല്ലാം, അഭിഷേകത്തോടെ കേട്ട ആ വചനങ്ങളിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സമർപ്പിക്കുന്ന ഈശോയെ, പ്രത്യേകിച്ച് മദ്യപാനാസക്തിയിൽ, ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങാകുന്ന ലഹരിയിലേക്ക് തിരിച്ചു വരാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്, ജോലി നഷ്ടപ്പെട്ടു പോയവര്, വിദേശ രാജ്യങ്ങളിലെ ജോലി ആഗ്രഹിക്കുന്നവര്, ഈ നാട്ടിൽ നഷ്ടപ്പെട്ട ജോലി ഓർത്ത് സങ്കടപ്പെടുന്നവര്, ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം, ശമ്പളം ലഭിക്കാത്തവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ഇടവകയിലെ എല്ലാ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സൽസ്വഭാവത്തിൽ തമ്പുരാനെ അങ്ങേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ ജ്ഞാനത്തിൽ വളർന്നു വരാൻ വേണ്ടി എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാവരുടെയും ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ അങ്ങ് ശക്തിപ്പെടുത്തണേ. ക്ഷീണവും ബലഹീനതകളും അസുഖങ്ങള്, മനസ്സ് തകർന്നുപോയ അവസ്ഥകളെല്ലാം സമർപ്പിക്കുന്നു. തമ്പുരാനെ ശക്തിപ്പെടുത്തണമേ. ശരീരഭാഗങ്ങൾക്ക് ബലം കൊടുക്കണേ. കാലിന്, കാൽമുട്ടുകൾക്ക്, ശരീര അവയവങ്ങൾക്കെല്ലാം കർത്താവെ ബലം കൊടുക്കണമേ. തമ്പുരാനെ, അങ്ങിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ ധ്യാന ദിവസങ്ങളിൽ വിവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ, അങ്ങയുടെ കൃപ അവരുടെ മേൽ ചൊരിയണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കും. യഹോഷാഫാത്ത് ജനത്തെ വിളിച്ചുകൂട്ടി, ദേവാലയത്തിന്റെ അങ്കണത്തിൽ ജനം ഒരുമിച്ച് കൂടി. ഇതാ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി. കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി. രോഗങ്ങളായിട്ട്, കടബാധ്യതകളായിട്ട്, വിഷമങ്ങളായിട്ട്, നടക്കാത്ത ചില വഴികളായിട്ട്, വിവാഹ തടസ്സം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഉള്ള കുഞ്ഞുങ്ങളെ വഴിതെറ്റി പോകുന്ന അവസ്ഥ, മാതാപിതാക്കളുടെ രോഗം, കുഞ്ഞുമക്കളുടെ വിട്ടുമാറാത്ത രോഗങ്ങൾ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, എത്ര അധ്വാനിച്ചിട്ടും ഫലം തരാത്ത കൃഷിയിടങ്ങൾ, ഒന്നിനൊന്ന് പുറകെ പരാജയപ്പെടുന്ന ബിസിനസ് മേഖലകൾ. കർത്താവെ, പ്രതിസന്ധിയിലാണ്. എന്ത് ചെയ്യണമെന്ന് കർത്താവെ എനിക്ക് അറിഞ്ഞുകൊള്ളു. എന്റെ ജീവിത പങ്കാളിയുടെ ദുശീലം, എന്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങള്, സംശയരോഗങ്ങള്, വീട്ടിലെ ബുദ്ധിമുട്ടുകള്, ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഈശോയെ, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഞാൻ അറിയുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. യഹോഷാഫാത്തും ആ ജനവും ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ചു. ആ ദിവസം കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് സാധിക്കുന്ന ഉച്ചത്തില് ശക്തമായിട്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മാലാഖമാരുടെ സ്വരത്തിൽ സ്തുതിക്കട്ടെ, സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇടപെടണമേ. കർത്താവെ, ഇടപെടണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ശക്തി അയക്കണമേ. അവരുടെ നിയോഗങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ജോലികളെ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ എല്ലാ കർത്തവ്യങ്ങളും വിശുദ്ധിയോടെ ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രായം മൂലം ക്ലേശിക്കുന്നവര്, രോഗാധിക്യം മൂലം ക്ലേശിക്കുന്നവര്, ആശുപത്രികളിലായിരിക്കുന്നവരെല്ലാം സമർപ്പിക്കുന്നു. വിവിധ രോഗങ്ങള്, വിട്ടുമാറാത്ത അസുഖങ്ങള്, ശരീരത്തെ ബാധിച്ചിരിക്കുന്ന, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസുഖങ്ങളെ, അസ്വസ്ഥതകളെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സൗഖ്യം തരണമേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ യുവതി യുവാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതം എങ്ങോട്ട് പോകണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നവര്, എന്ത് തീരുമാനിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുന്നവര്, ജോലിയിൽ പരാജയപ്പെടുന്നവര്, പഠനത്തിൽ പരാജയപ്പെടുന്നവര്, വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടുന്ന യുവതി യുവാക്കള്, കർത്താവെ, ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയവര്, ബന്ധങ്ങളിൽ പെട്ടുപോയവര്, ലഹരിയുടെ പിടിയിൽ പെട്ടുപോയ എല്ലാ യുവതി യുവാക്കളെയും കർത്താവെ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന യുവതി യുവാക്കളെ ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് ഉയർത്തണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൽ, ജ്ഞാനത്തിൽ കുഞ്ഞുമക്കളെ ഉയർത്തണമേ. കർത്താവെ, കൂട്ടായ്മയെ സമർപ്പിക്കുന്നു.
അങ്ങയുടെ പുത്തൻ അഭിഷേകത്തിൽ ശക്തമായൊരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മയെ, ഈ ഇടവകയെ അങ്ങ് ഉയർത്തണമേ. അങ്ങ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന അടയാളങ്ങളായിട്ട് ഈ കൂട്ടായ്മയെ ഉയർത്തണമേ. ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.